Dear students, welcome to Bosco Campus Vision. This is Ajay Joseph Chako, Assistant Professor, Don Bosco College, Kottayam. In this video, I discuss the topic Micro, Small, Medium Enterprises and Intellectual Property Rights from the subject Corporate Regulations for BBA Semester 3 students of the Kerala University. In this new knowledge-driven economy, MSMEs being proven innovator in the broad sense form a bulk of enterprise and plays a vital role in job creation, investment and exports and as a significant contributor to the country's economic growth. Intangible assets including innovative ideas, information and know-how have become central business assets for the MSMEs. ഈ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ്, അതാണ് MSMEs എന്ന് പറയുന്നത്. മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസ്, അതിനാണ് ചുരുക്കി MSMEs എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ MSMEസും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സും തമ്മിലുള്ള ഒരു ബന്ധത്തെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഈ MSMEസിന് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ്, അല്ലെങ്കിൽ എത്രമാത്രം ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് MSMEസിന് ഗുണകരമാണ് എന്നതിനെക്കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇന്നത്തെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്, എക്കണോമി എന്ന് പറയുന്നത് നോളജ് ഡ്രിവൺ ആണ്. അതായത് വിവര സാങ്കേതിക വിദ്യയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നോളജ്, അറിവിനെ ആശ്രയിച്ചുള്ളതാണ്. അപ്പോൾ MSMEs ഈ മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് ഒക്കെ തന്നെ വളരെ വിശാലമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഇന്നവേറ്ററിൻ്റെ റോള് ചെയ്യുന്നു. ഇന്നവേറ്റർ എന്ന് വെച്ചാൽ പുതുമ കൊണ്ടുവരുന്ന, ബിസിനസ്സിൽ പുതുമ കൊണ്ടുവരുന്ന ഒരു മേഖലയായിട്ടാണ് MSME മേഖലയെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇവർ ഒത്തിരി മൈക്രോ സ്മോൾ മീഡിയം ഈ മേഖലയിൽ ഒത്തിരി എൻ്റർപ്രൈസസ്, സംരംഭങ്ങൾ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നിലവിലുണ്ട്. അപ്പോൾ ഇവരെല്ലാം തന്നെയും ഇപ്പോൾ ജോബ് ക്രിയേഷൻ, തൊഴിൽ സൃഷ്ടിക്കുന്നതിൻ്റെ കാര്യത്തിലായാലും, ഇൻവെസ്റ്റ്മെൻറ്റ് നിക്ഷേപത്തിൻ്റെ കാര്യത്തിലായാലും, എക്സ്പോർട്സ് കയറ്റുമതിയുടെ കാര്യത്തിലായാലും വളരെ വൈറ്റലായിട്ടുള്ള സുപ്രധാനമായിട്ടുള്ളൊരു പങ്ക് ഈ MSMEs വഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കാനും നിക്ഷേപങ്ങൾ നടത്തുവാനും കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ വളരെ പ്രധാനപ്പെട്ടൊരു പങ്ക് ഈ MSMEs വഹിക്കുന്നുണ്ട്. മാത്രമല്ല രാജ്യത്തെ സാമ്പത്തിക പുരോഗതിക്ക്, എക്കണോമിക് ഗ്രോത്തിന്, സാമ്പത്തിക വളർച്ചയ്ക്ക് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, സംഭാവന നൽകുന്ന ഒരു മേഖലയാണ് MSME അഥവാ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ MSMEസിനെ സംബന്ധിച്ച് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, അതായത് ഐഡിയാസ് ആകാം, ഇൻഫർമേഷൻ ആകാം, നോഹൗ ആകാം, എന്ത് തന്നെയായാലും അവരെ സംബന്ധിച്ച്, MSMEസിനെ സംബന്ധിച്ച് അവരുടെ സെൻട്രൽ ബിസിനസ് അസറ്റ്സ് ആണ്. എന്ന് വെച്ചാൽ ഏറ്റവും കേന്ദ്ര ബിന്ദുവായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അസറ്റ്സ് ആണ് MSMEസിനെ സംബന്ധിച്ച് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആയ ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. In order to increase their efficiency and be internationally competitive, MSMEs need to constantly improve their efficiency, reduce production costs and enhance the reputation of their products and services by investing in research and development, acquiring new technology, improving management practices, developing creative and appealing designs, മാർക്കറ്റിംഗ് ദ പ്രോഡക്ട്സ് ആൻഡ് സർവീസ്. MSMEs അഥവാ മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിന് തങ്ങളുടെ എഫിഷ്യൻസി, കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും അതേപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ മത്സര രംഗത്ത് പിടിച്ചു നിൽക്കുന്നതിനും വേണ്ടിയിട്ട് നിരന്തരം തങ്ങളുടെ എഫിഷ്യൻസി, കാര്യക്ഷമത ഇംപ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു, അതായത് മെച്ചപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ പ്രൊഡക്ഷൻ കോസ്റ്റ്, നിർമ്മാണ ചെലവുകൾ കുറയ്ക്കേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ എൻഹാൻസ് ദ റെപ്യൂട്ടേഷൻ ഓഫ് ദെയർ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്, അതായത് തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെയും അല്ലെങ്കിൽ സേവനങ്ങളുടെയൊക്കെ റെപ്യൂട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എൻഹാൻസ് ചെയ്യുക എന്ന് വെച്ചാൽ ഇൻക്രീസ് ചെയ്യുന്നതാണ്, പേരൊക്കെ വർദ്ധിപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഈ അവസാനം പറഞ്ഞ് എൻഹാൻസ് ദ റെപ്യൂട്ടേഷൻ ഓഫ് ദ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. അപ്പോൾ MSMEs തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും പേര് വർദ്ധിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ, മതിപ്പ് വർദ്ധിപ്പിക്കണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഒന്ന്, ഇൻവെസ്റ്റിംഗ് ഇൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, R&D, അതായത് ഗവേഷണത്തിലും അതേപോലെ പുരോഗമനാത്മകമായ പ്രവർത്തനങ്ങളിലും കൂടുതൽ നിക്ഷേപിക്കേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ അക്വയറിംഗ് ന്യൂ ടെക്നോളജി, പുതിയ സാങ്കേതിക വിദ്യ സ്വായത്തമാക്കുന്നതിലും ഇവർ ശ്രദ്ധിക്കണം. മൂന്നാമതായി പറയുന്നത് ഇംപ്രൂവിംഗ് മാനേജ്മെൻറ്റ് പ്രാക്ടീസ്, ബിസിനസ് നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട
നടപടിക്രമങ്ങളൊക്കെ മെച്ചപ്പെടണം. ബിസിനസ് നടത്തുന്ന രീതി മെച്ചപ്പെടുത്തണം. ഫോർത്ത് വൺ, ഡെവലപ്പിംഗ് ക്രിയേറ്റീവ് ആൻഡ് അപ്പീലിംഗ് ഡിസൈൻസ്. തങ്ങളുടെ പ്രോഡക്റ്റ് ആയാലും സർവീസ് ആയാലും, അതായത് ഉൽപ്പന്നങ്ങളായാലും സേവനങ്ങളായാലും, ഇതിനൊക്കെ വളരെ പുതുമയാർന്ന, മറ്റുള്ളവരെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഡിസൈൻസിൽ അവർ ക്രിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ മാർക്കറ്റിംഗ് ദെയർ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. അപ്പോൾ പുതിയ തരത്തിലുള്ള പുതുമയാർന്ന അല്ലെങ്കിൽ ആകർഷിക്കുന്ന ഡിസൈനുകൾ രൂപപ്പെടുത്തിയാൽ മാത്രം പോരാ, അവയെ ഈ പ്രോഡക്ട്സിനെയും സർവീസസിനെയൊക്കെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. മാർക്കറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്ട്സിനെ വിൽക്കാനുള്ള എല്ലാ ആക്ടിവിറ്റീസിനെ വേണ്ടിയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാർക്കറ്റിങ്ങും ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം MSMEs ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. Intellectual property (IP) law aims at safeguarding creators and other producers of intellectual goods and services by granting them certain time-limited rights to control the use made of those productions. Those rights do not apply to the physical object in which the creation may be embodied, but instead to the intellectual creation as such. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ക്രിയേറ്റ് ചെയ്യുന്ന, പുതിയ ഗുഡ്സ് ആൻഡ് സർവീസസ് ക്രിയേറ്റ് ചെയ്യുന്ന അതിൻ്റെ ക്രിയേറ്റേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനും, നിർമ്മാതാക്കൾക്കും അതിൻ്റെ സൃഷ്ടികർത്താക്കൾക്കും ടൈം ലിമിറ്റഡ് റൈറ്റ്സ് നൽകിക്കൊണ്ട് ആ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിക്ക് സംരക്ഷണം നൽകുകയാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ലോ ലക്ഷ്യം വയ്ക്കുന്നത്. അതായത് ഒരു പുതിയൊരു പ്രോഡക്റ്റ് കണ്ടെത്തി, അല്ലെങ്കിൽ ഇൻവെൻറ്റ് ചെയ്തു, അല്ലെങ്കിൽ പുതിയൊരു സർവീസ്, പുതിയൊരു സേവനം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള സേവനങ്ങൾക്ക് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾക്ക് ടൈം ലിമിറ്റഡ് ആയിട്ടുള്ള, ടൈം ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 10 വർഷത്തേക്ക്, അല്ലെങ്കിൽ 20 വർഷത്തേക്ക്, 60 വർഷത്തേക്ക് എന്നൊക്കെ പറഞ്ഞ് ആ പ്രോഡക്റ്റുകൾക്ക് അല്ലെങ്കിൽ ആ സേവനങ്ങൾക്ക് ഒരു സംരക്ഷണം അതിൻ്റെ ക്രിയേറ്റേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനും നൽകുന്നു. നമ്മൾ നേരത്തെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ കുറിച്ച് പഠിച്ചതാണ്. പേറ്റൻസ് ആയാലും കോപ്പി റൈറ്റ്സിനെ കുറിച്ച് നമുക്ക് അറിയാം. അപ്പം അങ്ങനെ സംരക്ഷണം ലഭിക്കുമ്പോൾ ഈ ക്രിയേറ്റേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനും ഒക്കെ ഇവർ പ്രൊഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ കണ്ടെത്തിയ ഗുഡ്സ് അല്ലെങ്കിൽ സേവനങ്ങളുടെ ഒക്കെ ഉപയോഗം മറ്റുള്ളവർ ഉപയോഗിക്കുമ്പോൾ ഇവർക്കും നേട്ടം ഉണ്ടാകും. മറ്റുള്ളവർക്ക് വെറുതെ അത് പകർത്തി അല്ലെങ്കിൽ കോപ്പി ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നിരന്തരമായ വർഷങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടും ഗവേഷണത്തിൻ്റെ ഫലമായിട്ടും ഒക്കെ ആയിരിക്കും ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സേവനം പുതുതായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അവതരിപ്പിച്ച് കഴിയുമ്പോൾ മറ്റുള്ളവരത് നമ്മുടെ കോപ്പി ചെയ്ത് പെട്ടെന്ന് നമ്മൾ പ്രോഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് അവരത് കമേഴ്ഷ്യലി യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ക്രിയേറ്റേഴ്സിനോ പ്രൊഡ്യൂസേഴ്സിനോ യാതൊരുവിധ ഗുണവും ഉണ്ടാവുകയില്ല. നേരെ മറിച്ച് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ലോ ലക്ഷ്യം വയ്ക്കുന്നത് ഇത്തരത്തിലുള്ള ക്രിയേറ്റേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനും അവർ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ അവർ പുതുതായി കൊണ്ടുവരുന്ന ആശയങ്ങൾക്കായാലും പ്രോഡക്ട്സിനായാലും സർവീസസിനായാലും ടൈം ലിമിറ്റഡ് ആയിട്ടുള്ള റൈറ്റ്സ് കൊടുത്തുകൊണ്ട് അവർക്കതിൻ്റെ പ്രയോജനം ലഭിക്കുക എന്നതാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ലോ ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഫിസിക്കൽ ഓബ്ജക്ട്സിന് മാത്രമല്ല, ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിർമ്മിച്ച ആ ഫിസിക്കൽ ഓബ്ജക്റ്റിന് മാത്രമല്ല പ്രൊട്ടക്ഷൻ ലഭിക്കുന്നത്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിക്കും ഇത്തരത്തിലുള്ള ഒരു സംരക്ഷണം ലഭിക്കുന്നുണ്ട്. അതാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ലോ ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ എല്ലാ പ്രോഡക്ട്സും ടാഞ്ചിബിൾ ആകണമെന്നില്ല. ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള അനേകമുണ്ട്. ഐഡിയാസ് ആയാലും അതേപോലെ ഡിസൈൻസ് ആയാലും അതുപോലെ മറ്റു കാര്യങ്ങളായാലും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആയ ഇത്തരം ഇൻടാഞ്ചിബിൾ അസറ്റ്സിനും പ്രൊട്ടക്ഷൻ നൽകുക എന്നാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ലോ ഉദ്ദേശിക്കുന്നത്. Intellectual property enables MSMEs to have exclusivity over the exploitation of their innovative products, their creative designs, and their brands, thus creating an appropriate incentive for investing in improving their international competitiveness. ഇപ്പോൾ MSMEസിനെ സംബന്ധിച്ച് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ലോ അവർക്കൊരു എക്സ്ക്ലൂസിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ ഇന്നോവേറ്റീവ് പ്രോഡക്ട്സിന് വേണ്ടി ഒരു ഇന്നോവേറ്റീവ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഒരു സർവീസ് ഏതെങ്കിലും ഒരു MSME ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മാത്രമേ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന വെച്ചാൽ ബിസിനസ് പരമായിട്ട് കമേഴ്ഷ്യലായിട്ട് അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. മറ്റുള്ളവർക്ക് സാധിക്കില്ല. കാരണം ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ലോയുടെ സംരക്ഷണം ലഭിക്കുന്നതുകൊണ്ടാണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ ഇന്നോവേറ്റീവ് പ്രോഡക്ട്സിന് അവർക്ക് പരമാവധി അവർക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ, എന്ന് വെച്ചാൽ നല്ല രീതിയിൽ എക്സ്പ്ലോയിറ്റ് എന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടെന്ന് കഴിഞ്ഞാൽ അത് അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അവർക്കൊരു എക്സ്ക്ലൂസീവ് റൈറ്റ് കിട്ടുകയാണ്, എക്സ്ക്ലൂസിവിറ്റി കിട്ടുകയാണ്. അതിൻ്റെ പരമാവധി പ്രയോജനം അവർക്ക് ലഭിക്കാൻ വേണ്ടി അവർക്ക് താല്പര്യമെങ്കിൽ അതിൻ്റെ നിർമ്മാണാവകാശമോ മറ്റു കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷേ അപ്പോഴും അവർക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും.
ഇത് ലഭിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു MSME പുതിയൊരു പ്രോഡക്റ്റ് നിർമ്മിക്കുന്നു, അത് മറ്റാരെങ്കിലും കോപ്പി ചെയ്ത് അവർ ബെനിഫിറ്റ് എടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അപ്പോൾ അത്തരമൊരു സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എല്ലാ MSMEസിനും ഇത്തരത്തിലുള്ള ഒരു എക്സ്ക്ലൂസിവിറ്റി അവരുടെ ഇന്നോവേറ്റീവ് പ്രോഡക്ട്സിൻ്റെ കേസിൽ നൽകുന്നു. അപ്പോൾ മാത്രമല്ല, ഇന്നോവേറ്റീവ് പ്രോഡക്ട്സിന് മാത്രമല്ല, അവരുടെ ക്രിയേറ്റീവ് ഡിസൈൻസ്, പുതിയ തരത്തിലുള്ള രൂപകൽപ്പനകൾക്കും അവരുടെ ബ്രാൻഡുകൾക്കും ഒക്കെ ഈ സംരക്ഷണം ലഭിക്കുന്നുണ്ട് MSMEകൾക്ക്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സംരക്ഷണം ലഭിക്കുമ്പോൾ അപ്രോപ്രിയേറ്റുള്ള ഇൻസെൻറ്റീവ്, അതായത് ഈ MSMEs തങ്ങളുടെ ഇൻ്റർനാഷണൽ കോമ്പറ്റീറ്റീവ്നെസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതിന് തത്തുല്യമായ രീതിയിൽ അവർക്ക് പ്രയോജനം, അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇൻസെൻറ്റീവ്, അതിൽ നിന്ന് വരുമാനം ലഭിക്കുന്ന രീതിയിലുള്ള സംരക്ഷണമാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി MSMEസിന് നൽകുന്നത്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്നത് MSMEസും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സും ഉള്ള ബന്ധമാണ്. MSMEസിന് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നാണ് പഠിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിക്ക് സംരക്ഷണം ലഭിക്കുന്നതിലൂടെ MSMEസിന് അതിന് ഒത്തിരി പ്രയോജനം ലഭിക്കുന്നുണ്ട്. വേരിയസ് IP rights available to MSME are under IP law. They are number 1 patents, number 2 copyrights, number 3 trademark, number 4 design, number 5 trade secrets. അപ്പോൾ MSMEസിന് അവൈലബിൾ ആയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള IP റൈറ്റ്സ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എല്ലാം IP ലോയുടെ കീഴിൽ വരുന്നതാണ്. അതായത് പേറ്റൻറ്റ് റൈറ്റ്, കോപ്പി റൈറ്റ്, ട്രേഡ് മാർക്ക്, ഡിസൈൻ, ട്രേഡ് സീക്രട്ട്, ഇതെല്ലാം നമ്മൾ നേരത്തെ എന്താണെന്ന് പഠിച്ചതാണ്. അപ്പോൾ ഇതെല്ലാം MSMEസിന് അവൈലബിൾ ആയിട്ടുള്ള IP റൈറ്റ്സ് എന്ന് പറയുന്നത്. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ: What are the different intellectual property rights available to MSMEs? I hope all of you understood the topic micro, small, medium enterprises and intellectual property rights quite well. For more information and classes, please subscribe the YouTube channel of our college, Bosco Campus Vision. Thank you for listening.